ഹായ്, എയർ റൈഫിൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ എയർ റൈഫിൾ നമുക്ക് ലോങ് ലൈഫ് യൂസ് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് എയർ റൈഫിൾ ഒരിക്കലും സൂക്ഷിക്കുമ്പോൾ അവിടെ നനവ്, മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങളിൽ എയർ റൈഫിൾ സൂക്ഷിക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പെടുക്കും. ഈ ഭാഗങ്ങളിൽ തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ്. സർവീസ് സെന്ററുകളിലും ഒക്കെ പോകേണ്ടി വരും. ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് നനവ് തട്ടാതിരിക്കുക. പറ്റുമെങ്കിൽ ഒരു ഫോം അല്ലെങ്കിൽ സിലിക്ക ബോക്സുകളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം ഇത് ഓപ്പൺ ആയിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ബാരലിന്റെ ഹോളിന്റെ കടന്തൽ കൂടി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചോളണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ബാരൽ, ചേംബർ, ഫ്രണ്ട് ആൻഡ് റിയർ സൈറ്റ് ഇതെല്ലാം ഇരുമ്പിൽ വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പെടുക്കും. ഇതിലെപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് വെക്കണം. പുതിയ എഞ്ചിൻ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എഞ്ചിൻ ഓയിൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് അഴുക്ക് പിടിക്കുമെങ്കിലും ഇത് സേഫ് ആയിട്ട് തുരുമ്പ് പിടിക്കാതിരിക്കാൻ അത് തന്നെ ധാരാളമാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം, ഈ ഭാഗത്ത് ഒരു കോക്കിംഗ് ലിവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ബാരൽ നമ്മൾ മടക്കുമ്പോഴത്തേക്ക് ഈ കോക്കിംഗ് ലിവർ മടങ്ങിയാണ് ഇതിന്റെ അടുത്തുള്ള പിസ്റ്റൾ താഴോട്ട് പോകുന്നത്. അപ്പോൾ ഈ കോക്കിംഗ് ലിവറിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഓയിൽ, ഇവിടെ തേക്കുന്ന ഓയിലായാലും മതി, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തേക്കണം. അല്ലെങ്കിൽ ആ ഭാഗം തുരുമ്പെടുക്കാനും അഴുക്ക് പിടിക്കാനൊക്കെ പെട്ടെന്ന് സാധ്യതയുള്ള ഭാഗമാണിത്. അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഇതിന്റെ ഈ ബോർ ഹോളിന്റെ ഭാഗങ്ങളുണ്ട്, ഇത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഓയിൽ, അത് കുറച്ച് വൃത്തിയായിട്ടുള്ള ഒരു ഓയിൽ ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്തേക്കണം. എപ്പോഴും വേണ്ട, ഒരു 1000 അതിനപ്പുറം ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെറുതായിട്ട് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വാക്വം ടൈറ്റ്നെസ് നിലനിൽക്കും. അല്ലെങ്കിൽ എയർ ഇതിന്റെ പുറത്തൂടെയൊക്കെ റിലീസ് ആവാനും അത് ഇതിന്റെ ഒരു പവർ കുറയ്ക്കാനും കാരണമാകും. അതോടൊപ്പം ഇത് ഈ ചോക്കിംഗ് ലിവറിന്റെ ഭാഗങ്ങളാണ്. ഈ ഭാഗത്തോട് ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ലൂബ്രിക്കേറ്റഡ് ആയിട്ടിരിക്കും, തുരുമ്പെടുക്കാതിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ എന്നും അതിനെ ഒന്ന് വാഷ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തുരുമ്പ് കയറുന്നുണ്ടോ, എല്ലാ സ്ഥലം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ വല്ല വല പിടിക്കുന്നുണ്ടോ, കടന്തൽ വല്ലതും കൂട് വയ്ക്കുന്നുണ്ടോ, സ്ക്രൂ ഒക്കെ ടൈറ്റ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നും നമ്മൾ ചെക്ക് ചെയ്താൽ എയർ റൈഫിൾ ഏറെക്കാലം നമ്മുടെ കയ്യിൽ അടിപൊളിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി പോകും. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ തരിക. ഇത് ഒരു ഫ്രണ്ട് കമന്റ് ഇട്ടതാണ് ഇത്ര ഒരു വീഡിയോ ചെയ്യാൻ. താങ്ക് യു. കമന്റ് ഇട്ട